السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الصلاة والسلام عليك يا رسول الصلاة والسلام عليك يا حبيب الله. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദുമാരെ, അതുപോലെ ഇവിടെ ഒരുമിച്ച് കൂടിയ മുത്തഅല്ലിമുകളെ, പ്രിയമുള്ളവരെ, അല്ലാഹു അവന്റെ ഖുർആനിൽ പറയുന്നു, وَاعْبُدُوا اللَّهَ وَلَا تُشْرِكُوا بِشَيْءٍ وَبِالْوَالِدَيْنِ إِحْسَانًا. ആദ്യമായി അല്ലാഹുവിനു ഇബാദത്ത് ചെയ്യണം. രണ്ടാമതായി മാതാപിതാക്കൾക്ക് ബഹുമാനിക്കണം. അതല്ലേ മഹാനായ റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ആദ്യമായി അല്ലാഹുവിനു നന്ദി ചെയ്യണം, രണ്ടാമതായി മാതാപിതാക്കൾക്ക് ഉലമാക്കൾക്ക് നന്ദി ചെയ്യണം. അതിനോടൊപ്പം ചേർത്ത് പറയുന്നതാണെങ്കിൽ ഇതിന്റെ കാരണമെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ അനുഗ്രഹം കഴിഞ്ഞാൽ പിന്നീട് വരുന്ന അനുഗ്രഹമാണ് മാതാപിതാക്കളുടെ അനുഗ്രഹം. പിന്നീട് വരുന്ന അനുഗ്രഹമാണ് മാതാപിതാക്കളുടെ അനുഗ്രഹം. മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു അൽ മവാലി അൽ ജലിയ എന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗർഭം ചുമന്നത് 10 മാസം തല്ലയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ, പാൽ കൊടുത്തതും വളർത്തിയതും അവളാണ്. ഈ 3 കാര്യം ബാപ്പയിൽ വഴിവാണ്. നാം ഉമ്മാനെ സ്നേഹിക്കണം എന്ന് മാത്രം പറഞ്ഞ് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം നൽകുന്നു. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.